കെഎസ്ആർടിസിയുടെ പുത്തൻ സ്ലീപ്പർ ബസ് അപകടത്തിൽപ്പെട്ടു. ബംഗളൂരുവിലെ ബോഡി നിർമ്മാണ ഫാക്ടറിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനിടെ ഹൊസൂരിൽ വെച്ചാണ് അപകടമുണ്ടായത്. ബസ് മുന്നിൽ പോയിരുന്ന ലോറിയിൽ ഇടിച്ചു. ബസ്സിന് പിറകിൽ മറ്റൊരു ലോറിയും വന്ന് ഇടിച്ചാണ് അപകടം. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകാനുണ്ട് ചെന്നൈയിൽ നിന്ന്. റഹീസ്, ഇതെങ്ങനെയാണ് അപകടമുണ്ടായത്? എന്താണ് വിശദാംശം? തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനിടയിൽ ഹൊസൂരിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. അതായത് ഈ കെഎസ്ആർടിസി ബസ് മുന്നിൽ പോയിരുന്ന മറ്റൊരു ലോറിയിൽ ഇടിച്ചു. അങ്ങനെ പെട്ടെന്ന് ആ ലോറി ബ്രേക്ക് ചെയ്തത് കൊണ്ടാണ് അപകടം ഉണ്ടായതെന്നാണ് ഈ കെഎസ്ആർടിസി ബസിന്റെ ഡ്രൈവർ അറിയിച്ചിരിക്കുന്നത്. അതിന് പിന്നിൽ, ഈ ബസിന്റെ പിന്നിൽ മറ്റൊരു ലോറി കൂടി വന്നിടിച്ചു. അങ്ങനെ മുന്നിലും പിന്നിലും ഒക്കെ ഇത്തരത്തിൽ അപകടം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ബസ്സിന് കാര്യമായിട്ടുള്ള കേടുപാടുകളൊക്കെയും സംഭവിച്ചിട്ടുമുണ്ട്. അതായത് ഈ ബോഡി നിർമ്മാണ ഫാക്ടറിയുടെ ഉത്തരവാദിത്തമാണ് ഈ ബസ് തിരുവനന്തപുരത്തേക്ക് എത്തിക്കുക എന്നുള്ളത്. പ്രധാനമായിട്ടും അവരുടെ ഉത്തരവാദിത്തമാണ്. അവരുടെ ഡ്രൈവർമാരായിരുന്നു ഈ വാഹനം ഓടിച്ചിരുന്നത്. അപ്പോൾ അതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. അങ്ങനെ നിർമ്മാണ കമ്പനി ജീവനക്കാരൻ ബസ് ഓടിക്കുമ്പോൾ ഉണ്ടായ അപകടം എന്ന തരത്തിൽ തന്നെയാണ് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണങ്ങളൊക്കെയും വന്നിരിക്കുന്നത്. എന്തായാലും കെഎസ്ആർടിസിയുടെ ഏറ്റവും പുത്തൻ ബസ്സാണ്. വിവിധ സൗകര്യങ്ങളോടുകൂടി ഒരുക്കിയിരിക്കുന്ന ബസ്സാണ്. അതായത് ഈ ഹൈബ്രിഡ് ബസ്സുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന സ്ലീപ്പർ കം സീറ്റർ സംവിധാനത്തിലുള്ള ബസ്സാണ് ഇതുള്ളത്. അതിന്റെ ഉൾവശം അത്തരത്തിലാണ്. മുകളിൽ സ്ലീപ്പർ തരത്തിൽ ആ സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് താഴെ പുഷപ്പ് ബാക്ക് സീറ്റുകളാണ് ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ നിർമ്മിച്ചെടുത്ത വാഹനമാണ് അത്. ത്രിവർണ്ണ പതാകയുടെ നിറങ്ങളും ഒപ്പം തന്നെ കഥകളിയുടെ ഗ്രാഫിക്സും ഒക്കെയുള്ള പുത്തൻ ബസ്. ഈ ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഇത് കമ്പനിയുടെ ഉത്തരവാദിത്വമായിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്തേണ്ടത് നിർമ്മാണ കമ്പനി ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമായും ചോദ്യം ഉയരുന്നത്. അത് സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും ബസ് തിരിച്ച് ഈ നിർമ്മാണ ഷെഡിലേക്ക് തന്നെ കൊണ്ടുപോകാനാണ് നിലവിൽ തീരുമാനമായിരിക്കുന്നത്. GK മുഹമ്മദ് റഹീസ് ആണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.